ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനുള്ള പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അവസരം തികച്ചും ഫ്രീ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രീ ആയിട്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ലഭിച്ചിരുന്ന പല ആപ്പുകളും ഇപ്പോൾ പെയ്ഡ് വേർഷനായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ ഈ ഒരു പുതിയ അപ്ഡേഷൻ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി നോക്കുക. അതുമാത്രമല്ല, നമ്മൾ AI ഉപയോഗിച്ച് എങ്ങനെയാണ് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതുവഴി ലഭിക്കുന്നതാണ്. ഒരു മ്യൂസിക് ജനറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനാവശ്യമായ സാഹിത്യം നിങ്ങൾക്ക് എഴുതാൻ അറിയാമെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമുള്ളതായി മാറുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു സംഗീത പ്രേമിയാണെങ്കിൽ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ ഒരു AI ഉപയോഗിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ യൂട്യൂബിലെ AIയുടെ സഹായത്തോടുകൂടി നമുക്ക് മ്യൂസിക് നമുക്ക് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ യൂട്യൂബ് ആപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ കാണുന്ന ഈ ഒരു യൂട്യൂബിൻ്റെ ആപ്പ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. യൂട്യൂബിൻ്റെ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ യൂട്യൂബിൻ്റെ പ്രധാന ഇൻ്റർഫേസിലേക്കാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു പ്ലസ് ചിഹ്നം കാണാവുന്നതാണ്. ഏറ്റവും നടുക്കായിട്ട് ആ ഒരു പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരുന്നതാണ്. ഈ ഒരു സ്ക്രീനിൽ നിന്നാണ് നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്ക്രീനിൽ താഴെയായിട്ട് 4 ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് വീഡിയോസ്, പിന്നെ ഷോർട്ട്സ്, പിന്നെ ലൈവ്, പിന്നെ പോസ്റ്റ് എന്നീ 4 ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. അതിൽ ഷോർട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ തയ്യാറാക്കി പോസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്യാമറയാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ വട്ടത്തിൽ കാണുന്ന ചുമല ബട്ടണിൽ നിന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ടെംപ്ലേറ്റുകൾ വരുന്നതാണ്. ഈ ഒരു ടെംപ്ലേറ്റ് അനുസരിച്ച് നമുക്ക് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്ക്രീനിൻ്റെ മുകളിലായിട്ട് 3 ഓപ്ഷൻ നമുക്കിവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. 3 ഐക്കണുകൾ. ഒന്ന് ക്രിയേറ്റ് വീഡിയോ, രണ്ടാമത്തത് ഫോട്ടോ ടു വീഡിയോ, മൂന്നാമത്തത് ക്രിയേറ്റ് മ്യൂസിക് എന്നുള്ളതാണ്. നമ്മളിവിടെ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ക്രിയേറ്റ് മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഈ ഒരു വിൻഡോയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും മുകളിലായിട്ടുള്ള ആ ഒരു കോളത്തിലാണ് നമ്മുടെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സാഹിത്യം നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടതായിട്ടുള്ളത്. എന്തായാലും ഞാനൊരു ചെറിയൊരു സാഹിത്യം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹിത്യം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മ്യൂസിക് ഒന്ന് ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സാഹിത്യം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പാട്ടിൻ്റെ സാഹിത്യം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സാഹിത്യത്തിൻ്റെ ലെങ്ത് ഇത്രയും പാടില്ല എന്നാണ് യൂട്യൂബ് കാണിക്കുന്നത്. ഏകദേശം 200 വാക്കിൽ കൂടരുതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്ന് കുറച്ച് വാക്കുകൾ ഒഴിവാക്കാം. അതിനുശേഷം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ 200 വാക്കാക്കി വെട്ടിക്കുറയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ 200 വാക്കിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വാക്കുകളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. ക്രിയേറ്റീവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നേരത്തെ ഡിസേബിൾ ആയിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, യൂട്യൂബിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 200 വാക്കിൽ കൂടാനായിട്ട് പാടില്ല. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് ഒരു മ്യൂസിക്കായിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം താഴെയായിട്ട് വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ താഴെ വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ആഡ് മോർ ഡീറ്റെയിൽസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ട്രൈ അഗൈൻ എന്നുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ നമുക്ക് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ ആയിട്ടില്ല. നമുക്ക് ഇംഗ്ലീഷിലാണ് നമുക്ക് ഇവിടെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു അറിയിപ്പാണ് ഈ ഒരു മെസ്സേജിലൂടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലിറിക്സ്, ഈ ഒരു സാഹിത്യം നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ ഒരു സാഹിത്യം നമ്മൾ മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി എടുക്കുക. നമുക്കതിനുശേഷം നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തവരാണെങ്കിലും സാരമില്ല. നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൊണ്ടുവന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കവിടെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് അത് അവിടെ നിന്ന് കോപ്പി ചെയ്ത് എടുത്തുകൊണ്ട് വരിക. ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സാഹിത്യത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നമുക്കവിടെ കോപ്പി ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട്. താഴെയായിട്ട് ആ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയിലേക്ക് ആ ഒരു സാഹിത്യം കോപ്പി ആയിട്ട് കിട്ടുന്നതാണ്. നമുക്കത് കൊണ്ടുവന്നിട്ട് നമുക്ക് യൂട്യൂബിൽ നമുക്ക് പഴയ ഒരു സ്ക്രീനിൽ വരിക. അതിനുശേഷം നമുക്കവിടെ പേസ്റ്റ് ചെയ്യുക. ഇതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ആ പഴയ ഒരു സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ലിറിക്സ് വരുന്നതാണ്. ഇനിയിപ്പോൾ താഴെയായിട്ട് നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്കവിടെ മ്യൂസിക് അവിടെ ജനറേറ്റ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ മ്യൂസിക് അവിടെ ജനറേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ആ മ്യൂസിക് ഒന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് പ്രോസസ്സ് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ആ പാട്ട് കേൾക്കാവുന്നതാണ്. അത് മൊത്തം ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ മലയാളത്തിലേക്ക് നമുക്ക് ഇതുവരെ ഇതിൻ്റെ ഒരു പുതിയ അപ്ഡേഷനിൽ വന്നിട്ടില്ല. പുതിയ അപ്ഡേഷൻ പ്രകാരം മലയാളവും നമുക്ക് മ്യൂസിക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതിനുള്ള സൗകര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ. എന്തായാലും ഇപ്പം ഇവിടെ മ്യൂസിക്കിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് ഒരു മ്യൂസിക്കായിട്ട് അത് വരുന്നതാണ്. അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കേട്ട് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് സാഹിത്യം രചിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമുക്ക് എല്ലാ പാട്ടുകളും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ ടാലൻറ്റ് എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനും നല്ല പാട്ടുകളാണെങ്കിൽ നമുക്ക് യൂട്യൂബിലൂടെ പബ്ലിഷ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ടാലൻറ്റ് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. ഇംഗ്ലീഷാണ് ഇപ്പോൾ തൽക്കാലം ഉള്ളത്. അപ്പോൾ നമുക്ക് മലയാളം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാലൻറ്റ് ഭംഗിയായിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരെയും നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരെയും നമ്മുടെ പുതിയ മ്യൂസിക്കൊക്കെ അവരെല്ലാം കേൾപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുകയും നമുക്ക് അതുവഴി നല്ലൊരു പേരുണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ AI ഉപയോഗിച്ചുള്ള ഈ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Spring is when flowers bloom. You came to my side as a gentle breeze. Your smile became the rhythm of my heart. Life became a beautiful dream. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. യൂട്യൂബിൽ AI ഉപയോഗിച്ച് എങ്ങനെയാണ് മ്യൂസിക് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇനി ഈ ഒരു മ്യൂസിക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കാം, നമുക്കത് എങ്ങനെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ AI ഉപയോഗിച്ച് എങ്ങനെയാണ് യൂട്യൂബിൽ മ്യൂസിക് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.